കൊടയുടെ പിടിയൊക്കെ കടിച്ച് നശിപ്പിക്കരുത് കേട്ടോ. ഇപ്പൊ തന്നെ പരന്നു വരുന്ന ഇഞ്ച പരുവ് വരികയല്ല. ഹലോ, ഇന്ന് നേരെയാക്കാൻ പറ്റും. ഇപ്പത്തിട്ട് അടിച്ചാല് കടിക്ക്. ഹലോ ഹലോ, ഷാജിയാണോ? അല്ല, പിന്നെ ആരേത്? ഷാജിയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ. ഞാൻ ഷാജില്ല, എന്റെ പേര് പ്രശാന്ത് എന്നാണ്. പ്രശാന്ത് ആണല്ലേ? പ്രശാന്ത് ഷാജിയെ കണ്ടോ? ഷാജി കണ്ടില്ല. ഇത് സമയമായിട്ട് കാണുന്നില്ല, വന്നിട്ടില്ല അവൻ ഇതുവരെ. എനിക്ക് തോന്നുന്നു ആ ജംഗ്ഷനിലെ ജംഗ്ഷനിൽ 5-6 പെമ്പിൾ നിൽക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ പഞ്ചാര അടിച്ചോണ്ട് നിൽക്കണായിരിക്കും കേട്ടോ ചിലപ്പോ. ചക്കരവാവേന ഷാജന്റെ ഓട്ടോറിക്ഷയുടെ പേര്. എന്താണ്? ചക്കരവാവേന ഷാജന്റെ ഓട്ടോറിക്ഷയുടെ പേര്. അവന്റെ മുഖം കണ്ടാ പോത്തമ്പാവയുടെ പോലെ ഇരിക്കും. നിങ്ങൾക്കൊന്ന് ഉപദേശിച്ചുകൂടെ സമയം കിട്ടുമ്പോ? പിള്ളേര് വെറുതെ ഓട്ടം കളിക്കുന്ന സമയം ഷാജന്റെ എവിടെ നടക്കണേ? ചേട്ടനൊന്ന് കണ്ടുപിടിച്ചിട്ടൊന്ന് പറഞ്ഞുവിടോ. അവന് ആ ഗേൾസ് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ആണല്ലേ? എന്താ പ്രശ്നം തരാം. ഇപ്പൊ വൈകി ചെന്ന് കഴിഞ്ഞാൽ നാളെ ഞാൻ ലെറ്റർ എഴുതി കൊടുക്കണം മിസ്സിന്. ഏത് ചാനലിലാണ് പഠിക്കുന്നത്? ഒരു പ്രാവശ്യം ലെറ്റർ എഴുതി തന്നിട്ട് എനിക്ക് മിസ് എന്റെ മുഖത്തിട്ട് അടിച്ചാണ് പിടിച്ച്. ലെറ്റർ എഴുതി തരാൻ പറഞ്ഞപ്പോ അച്ഛൻ കൊണ്ടൊരു ലവ് ലെറ്റർ എഴുതി തന്നേക്കണ് മിസ്സിന് കൊടുക്കാൻ. ഏത് ചാനലിലാണ് പഠിക്കുന്നത് കുട്ടി? 2 സെക്കൻഡ് സ്റ്റാൻഡേർഡ്. സെക്കൻഡ് സ്റ്റാൻഡേർഡ്. അപ്പൊ ഒരു ദിവസം പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറയല്ലേ. ഇപ്പൊ കുട്ടികളെ നമ്മൾ ചെറുപ്പം തൊട്ടേ വളർത്തണം. അത് ശരി. നമ്മളൊക്കെ പണ്ട് പിന്നെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സും കഴിഞ്ഞ് പോയപ്പോഴാണ് അറിഞ്ഞത് 10 കഴിഞ്ഞ് പഠിക്കാൻ പറ്റൂലെന്ന്. നമ്മുടെ രഘുസാറിന്റെ മോനോട് ചോദിച്ചു എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ചപ്പോ BA-ക്കാന്ന്. ഞാൻ പറഞ്ഞു ആകെ 2 വർഷമേ പഠിച്ചുള്ളൂ, അതും തലതിരിച്ചാ പഠിച്ചേക്കുന്നത്. 10-22 വയസ്സായി BA-ക്ക് പഠിക്കുന്നു. പക്ഷെ നല്ലതാണ് കേട്ടോ. സെക്കൻഡ് സൈഡിൽ തന്നെ MBA-ക്ക് പഠിക്കുന്ന അത്രയും വിവരം ഉണ്ടാവും കേട്ടോ. നമ്മളിപ്പോ എന്ത് ചെയ്യാ? എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു വേറൊരു ഓട്ടോ പിടിച്ച് പോകും. ഷാജി ഇന്നൊന്നും വരത്തില്ല കേട്ടോ. അയ്യോ, നിങ്ങൾ എന്ത് ചെയ്യുന്നെന്നാ ചോദിച്ചത്? ഞാനോ? ഞാൻ ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യണം. എന്തിനാ? ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യണം. അയ്യോ ശരി എന്നാല്. എന്താണ്? ഒന്നുമില്ല. ഈ ഫോൺ നമ്പർ എന്റെ അല്ല ശരിക്കും കേട്ടോ. ഓക്കെ. അയ്യോ വലിയ പാടാ. വിളി തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഇപ്പൊ മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എടുത്താൽ നന്നാവെന്നും പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. നാളെ സ്കീം പറഞ്ഞു 15,000 രൂപ വെച്ച് 3 വർഷം ഇടുവാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ 45,000 രൂപ വരാന്ന്. പലിശ പോലും ഇല്ല. അച്ഛനെ നല്ലൊരു പെണ്ണ് വിളിച്ചിട്ട് ഇൻഷുറൻസ് ആണെന്നും പറഞ്ഞ് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോ വേറൊരു കുരങ്ങനെ പോലത്തെ ആള് വന്നല്ലേ അല്ലേ? അതെ അതെ, എല്ലാം അറിഞ്ഞിരിക്കുകയാണല്ലോ അല്ലേ? സ്കൂളിൽ പോകുന്ന വഴി കൂടെ തെണ്ടി തിരിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ഇത് ഈ വെറുതെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് അത്രയും കൂടെ ഇതാവുമല്ലോ. സ്കൂളിൽ പോയാൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ? ഇവിടെ നിന്ന് പഠിക്കണ്ട. സ്കൂളിൽ പോകാൻ എനിക്ക് തലേ ചുമന്ന് അങ്ങോട്ട് കൊണ്ടാക്കാൻ പറ്റുമോ? തർക്കുത്തരം പറയല്ലേ, തർക്കുത്തരം പറയല്ലേ കേട്ടോ. ദുഷ്ടണ്ട്. അതെ, തർക്കുത്തരം പറ. ഇത് സ്കൂളിൽ പോയിട്ട് ചീത്ത കൂട്ടിയിട്ട് പഠിക്കുന്ന ഉള്ള മുഴുവൻ ഡോക്ടർമാരുടെ എഞ്ചിനീയർമാരുടെ മക്കള്. ഞാൻ എപ്പോഴേ പറഞ്ഞ കൂലിപ്പണിക്കാരന്റെ മോനെ ആ കൂട്ടത്തിൽ വിടണ്ടെന്ന്. ഇപ്പൊ ഉള്ള ചീത്ത സ്വഭാവം മുഴുവൻ പഠിച്ചോണ്ട് വന്നില്ലേ? ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് പറയുക, എന്തെങ്കിലും ചെയ്ത സോറി പറയുക. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു നീ? അനുഭവിച്ചോ? അവനും വിളിച്ചു തുടങ്ങി പട്ടീന്നൊക്കെ. പിന്നെ നീ വിളിക്കുന്ന പോലെ കട്ടിത്തെറിയല്ലെന്നൊരു സമാധാനം മാത്രമേ ഉള്ളൂ. അതെ, ഇതിനകത്ത് കുറെ ചോദ്യമുണ്ട്. ഇത് കൃത്യമായിട്ട് പറ. വൈ ഷുഡ് വി കോൾ എ വുഡ് പെക്കർ എ വുഡ് പെക്കർ? മരം കൊത്തിയ എന്തുകൊണ്ട് മരം കൊത്തിയെന്ന് വിളിക്കുന്നു? പറ. കരിങ്കല്ല് കൊത്താത്തോണ്ട്. അടിച്ചതിന് വിഷമിക്കണ്ട കേട്ടോ. ഇനി ഞാൻ ഒലക്കെ കടിയും മര്യാദക്ക് പറഞ്ഞില്ലെങ്കിൽ. പറഞ്ഞു മരം കൊത്തി. വൈ ഡിഡ് വി കോൾ എ വുഡ് പെക്കർ എ വുഡ് പെക്കർ? മരം കൊത്തിയത് എന്തുകൊണ്ടാണ് മരം കൊത്തിയെന്ന് വിളിക്കുന്നത്? എന്റെ കുടുംബ പേര് നിലനിർത്താൻ. കറക്റ്റ് ആൻസർ. അതുപോയി മരത്തിൽ സിമെന്റ് കുത്തി ആൾക്കാർ സിമെന്റ് കുത്തി എന്ന് വിളിക്കും. ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ? എത്ര അറിയാമോ? റേഡിയോ കണ്ടുപിടിച്ചാരാന്നറിയാമോ? റേഡിയോ കണ്ടുപിടിച്ചത് ആരാന്നുള്ളത് ഇതിനകത്ത് ഉണ്ടാവുമല്ലോ. കാണാണ്ട് പറയാമോ? റേഡിയോ തോമസ് ആൽവ എഡിസൺ. മൈക്കിൾ ആരുടെ? അവരുടെ അച്ഛന്റെ അമ്മയുടെ. പിന്നെ ഇതാ നമ്മുടെ ഇയാള് തന്നെ. ഭൂമി ഉണ്ടാണെന്ന് കണ്ടുപിടിച്ച മകല്ലൻ. പിന്നെ ആര് റേഡിയോ കണ്ടുപിടിച്ചതാരാ? ടോണിച്ചേട്ടനോ? ഏത് ടോണിച്ച്? നമ്മുടെ റേഡിയോ കണ്ടപ്പോ അമ്മ ടോണിച്ചേട്ടനോട് പറഞ്ഞപ്പോഴാണ് നോക്കി ചെന്നപ്പില്ലേ ആ സബാട്ടി എടുത്തുണ്ടായത് കണ്ടുപിടിച്ചിട്ടോ. ഞാൻ ഏത് റേഡിയോ എന്ന് പറഞ്ഞപ്പോ ടോണി കണ്ടുപിടിച്ച കാണാതെ പോയതല്ല, അച്ഛൻ വിറ്റതാ. അത് അമ്മയും മോനും കൂടെ പോയി മേടിച്ചോണ്ടത്. ഞാൻ 2ാമത് പൈസ കൊടുക്കേണ്ടി വന്നു കേട്ടോ. പഠിക്കുമ്പോ അതിൽ ശ്രദ്ധിക്കുക ആദ്യം, ബാക്കിയുള്ള കാര്യങ്ങളല്ല. നെയിം 5 ഡൊമസ്റ്റിക് അനിമൽസ്. കറക്റ്റ്. ചാരപ്രാവ്. പിന്നെ ഏതാ? പിന്നെ വൺ മോർ. ഉടുമ്പോ. ഉടുമ്പ്.
അഭിനയിച്ചേക്കണ ആ തൂയിപ്പല്ല എല്ലായിടത്തും പോസ്റ്റർ ഉണ്ടല്ലോ ഈ ഉടുമ്പിന്റെ. സൂപ്പറാണ്. അതെ അത് ഇന്നലെ ഇവിടെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആ ഉടുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണാൻ പോയി. ഒരാളെടുത്ത് കടിച്ചങ്ങ് മുറിച്ച നാട്, എന്നിട്ട് ഉടുമ്പിനെ അകത്തേക്ക് കയറ്റി വിട്ടു. നല്ല രസമായിരുന്നു.